passing by in cold December. Lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shine in the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel young. I found us reminiscing our days together. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്നെ നിറയും നിൻ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. അൻപോട് ദിനം തോറും നടത്തുന്ന പൊന്നി ദയനന്ദം വന്ദനമേ. ദേവ പൊന്നി ദയനന്ദം വന്ദനമേ. അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാനന്ദി യുള്ള മഹർശക്തി നീയേ. ആദാ അന്തികയുള്ള മഹർശക്തി നീയേ. നാഥൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷപാതം ചെയ്യുന്ന മമ ജീവനാഥ. പക്ഷപാതം ചെയ്യുന്ന മമ ജീവനാഥ. ിയം ജീവിക്കും നാളെന്നും വന്ന് ചെയ്യും തിരുനാമത്തിനു. ദേവാ വന്ദനം ചെയ്യും തിരുനാമത്തിനു. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. എന്റെ ഇടനാകുന്നു, എനിക്ക് ഉണ്ടാകുകയില്ല. പച്ചായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥൻ ലോകത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുമാമിന്റെ വിത്തിൽ എന്നെ നീതിപാതകൾ നടത്തുന്നു. കുഴിൽ താഴ്വരെ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥം ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വഴിയും കോൽ എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലവേഴുന്നവളുടെ അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. നന്മയും കരുണയും എന്റെ ആവിഷ്കാരമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എല്ലാവരും പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടാകട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. സകല കുടുംബത്തിനും പേര് വരുത്തുന്നവനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ പകലിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. വീണ്ടൊരു പ്രാവശ്യം കൂടെ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചു. അവങ്ങളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന് കൽപ്പിച്ച ദൈവമേ,
അവിടുത്തെ സന്നിധിയിലേക്ക് നോക്കി പ്രകാശം സ്വീകരിക്കുന്നവരായി തീരാൻ ഈ പകൽക്കാലത്ത് അടിയങ്ങളെ ബലപ്പെടുത്തിയിരിക്കുകയായി തിരുനാമത്തിന് സ്തുതി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ രണ്ട് മാതാപിതാക്കളാൽ തമ്മിൽ ജനിച്ച് വാഴ്ത്തപ്പെടുന്ന രണ്ട് പ്രിയ മക്കളെ തമ്മിൽ കാലാകാലങ്ങളിൽ വിവാഹബന്ധത്തിലൂടെ പുതിയ പുതിയ കുടുംബം സ്ഥാപിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തെ ഓർത്ത് തിരുനാമത്തെ സ്തുതിക്കുന്നു. അപ്രകാരം ഈ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട മകനും മറ്റൊരു ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട മകളും തമ്മിൽ ഇന്ന് വിശുദ്ധാലയത്തിൽ വെച്ച് ഉടമ്പടിയും ഉഭയസമ്മതവും ചെയ്ത് ഐശ്വര്യത്തിലും അനർത്ഥത്തിലും ദീനത്തിലും സുഖത്തിലും മരണം വേർപിരിക്കുന്നതുവരെ ഒന്നായി ജീവിക്കുവാനുള്ള മക്കളുടെ എല്ലാ പ്രതിജ്ഞകളിലും അവർ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിലും ദൈവത്തിൻ്റെ നിസ്തുല്യമായ സാന്നിധ്യവും കൃപയും വരണമേ. ഇപ്പോൾ ഞങ്ങൾ ബന്ധുക്കളായും ചർച്ചക്കാരായും പ്രിയപ്പെട്ടവരായും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവരുമായിട്ട് ഒരുമിച്ച് വിവാഹത്തിന് വേണ്ടി ദൈവാലയത്തിലേക്കുള്ള യാത്രയിൽ ദൈവ സാന്നിധ്യം വരണമേ. കർത്താവായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിവാഹിതനാകുന്ന എളിയ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മാതാവിനെയും പിതാവിനെയും സഹോദര കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനും നല്ല വിദ്യാഭ്യാസവും ലോകപരിജ്ഞാനവും തൊഴിൽ മേഖലയും കണ്ടെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പ്രിയമാനെ അവിടുന്ന് ശക്തീകരിച്ചതിനായി സ്തോത്രം. വധുവായ രണ്ട് എളിയ മകളെയും ദൈവം അനുഗ്രഹിക്കണമേ. എളിയ മക്കളും തക്ക സമയത്ത് ദൈവാലയത്തിലെത്തി അവിടെ നടക്കുന്ന മംഗളകരമായ വിവാഹത്തെ പങ്കുകൊള്ളുവാൻ എല്ലാവരെയും ശക്തീകരിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഈ ഭവനത്തിൽ നിന്നും പുറപ്പെടുന്നു. ദൈവകൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശുക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം ദയയുള്ള പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടം ക്ഷമിക്കുന്ന പോലെ കടങ്ങളെ ക്ഷമിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമായി തുടർന്നല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും മാറിപ്പോകാത്ത പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും കാവൽ ഉള്ളവരെ നമ്മോടും നാം ഓർമ്മിച്ച് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും വിവാഹിതനായ എൻ്റെ പ്രിയപ്പെട്ട മകനോട് ഇന്നും എന്നേക്കും കാലാവസാനത്തോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. Summer suns, our fears at bay, we made our own way, no stop.
രാമപുരം സഭയിൽ ശ്രീ എൽ മോഹനൻ ശ്രീമതി വിമലകുമാരിയുടെയും മകൻ അജേഷ് വി മോഹന്റെയും, കഴിവൂർ ഡിസ്ട്രിക്റ്റിൽ ഹോളി ട്രിനിറ്റി CSI വാരൽവിള സഭയിൽ ശ്രീ പി കെ പ്രഭാകരൻ ശ്രീമതി എൻ ശോഭനകുമാരി എന്നിവരുടെ മകൾ പ്രഭിജ PS-ന്റെയും വിവാഹ ശുശ്രൂഷയിലാണല്ലോ നാം ആയിരിക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടും വിനയത്തോടും ആലയത്തിലായിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളണമേ എന്ന് ഓർപ്പിക്കട്ടെ. ദയവായി നിങ്ങളുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകൾ സൈലന്റ് മോഡിലാക്കുകയോ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ആലയം വിശുദ്ധ ഇടമാണല്ലോ, അതുകൊണ്ട് പാദരക്ഷകൾ ദയവായി ആലയത്തിനകത്ത് ഉപയോഗിക്കരുത് എന്നും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇന്ന് ഈ അനുഗ്രഹകരമാകുന്ന വിവാഹ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം നൽകുന്നതിനും പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നതിനുമായി നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുന്നത് ഈ നാളുകളിൽ ദക്ഷിണ കേരള മഹായിടവകയുടെ ആദരനായ ട്രഷററായി ശുശ്രൂഷ ചെയ്യുന്ന സ്നേഹവും ബഹുമാനമുള്ള റവറൻഡ് ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ് അച്ഛനാണ്. ഏറെ സന്തോഷമുണ്ട് അച്ഛൻ്റെ സാന്നിധ്യത്തിനായും അച്ഛൻ്റെ ശുശ്രൂഷകൾക്കായും. ഏറ്റവും സ്നേഹത്തോടെ പ്രിയമുള്ള അച്ഛനെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നാളുകളിൽ ദക്ഷിണ മഹായിടവകയുടെ പ്രോപ്പർട്ടീസ് ബോർഡിന്റെ ചെയർമാനായും കൊടിയന്നൂർക്കോണം ഡിസ്ട്രിക്റ്റിന്റെ അധ്യക്ഷനായും കൊടിയന്നൂർക്കോണം സഭയുടെ അധ്യക്ഷനുമായും ശുശ്രൂഷ ചെയ്യുന്ന മുൻ പാസ്റ്റർ ബോർഡ് സെക്രട്ടറിയുമായിരുന്ന സ്നേഹമുള്ള റവറൻഡ് എം വേദരാജൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അച്ഛനെയും ഏറ്റവും ആദരവോടും സ്നേഹത്തോടും സ്വാഗതം ചെയ്യുന്നു. മറ്റു പ്രിയപ്പെട്ട വൈദികരെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ. ഈ നാളുകളിൽ വിഴിഞ്ഞം ഡിസ്ട്രിക്റ്റിന്റെ അധ്യക്ഷനും വിഴിഞ്ഞം ഇടവകയുടെ അധ്യക്ഷനുമായി ശുശ്രൂഷ ചെയ്യുന്ന സ്നേഹമുള്ള റവറൻഡ് SM സത്യപാലൻ അച്ഛൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അച്ഛനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള റവറൻഡ് SGS സെൻകുമാർ അച്ഛൻ ഈ നാളുകളിൽ നെല്ലിമൂട് സഭയ്ക്ക് നേതൃത്വം നൽകി വരുന്നു. അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. നാളുകളിൽ CSI നാഗപുരം ഇടവകയിൽ അനുഗ്രഹകരമാകുന്ന ശുശ്രൂഷ ചെയ്യുന്ന റവറൻഡ് MK റിനോഷ് അച്ഛൻ്റെ സാന്നിധ്യവും നമ്മൾ ഏറെ സന്തോഷത്തോടെ ഓർക്കുന്നു. അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. ഈ നാളുകളിൽ കൊടിയന്നൂർക്കോണം ഇടവകയിൽ സഹശുശ്രൂഷകനായി ശുശ്രൂഷ ചെയ്യുന്ന സ്നേഹമുള്ള ഇവാഞ്ചലിസ്റ്റ് ശാസ്ത്രി രാജേഷ് അച്ഛൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. കോട്ടുകാൽ ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയമുള്ള റവറൻഡ് ഇവാഞ്ചലിസ്റ്റ് എൻ രാജേന്ദ്രൻ സുവിശേഷൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. CSI രാമപുരം ഇടവകയുടെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയപ്പെട്ട സുവിശേഷകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സ്റ്റാർസ് ഓഫ് ദി ഡേ പ്രിയപ്പെട്ട പ്രഭിജ PS, അജേഷ് വി മോഹൻ, ഇരുവരുടെയും മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗായക സംഘാംഗങ്ങൾ, ഇരു സഭയുടെയും കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു ചുമതലക്കാരായിരിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹവും ബഹുമാനമുള്ള റവറൻഡ് MK റിനോഷ് അച്ഛൻ്റെ പ്രാരംഭ പ്രാർത്ഥനയോടെ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കാവുന്നതാണ്. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളുടെ സ്ഥാപകനും പരിപാലകനുമായി ഞങ്ങളെ അനുദിനം വഴി നടത്തുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ സന്തോഷകരമായ ഈ ദിവസത്തെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്ത ഭവനങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ട പ്രിയ മക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇതുവരെയും നൽകിയ എല്ലാ ആത്മീയവും ഭൗതികവുമായ നന്മകൾക്കായും വളർച്ചയ്ക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. വിവാഹത്തിനായി ഒരുക്കപ്പെടുവാനും ഇന്ന് പ്രാർത്ഥനയോടുകൂടെ വിശുദ്ധ ആലയത്തിൽ വിവാഹ ശുശ്രൂഷയ്ക്കായി പ്രിയമക്കളായിരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മകൃപ പ്രിയമക്കളുടെ മേൽ അധികമായി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ വെച്ച് ദൈവസന്നിധിയിൽ പ്രിയമക്കൾ എടുക്കുന്ന ഉഭയസമ്മതങ്ങളും ഉടമ്പടികളും ജീവകാലം മുഴുവൻ പാലിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ള ഒരു ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുവാൻ അവരെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ അച്ഛന്മാർക്കായിട്ട് സ്തോത്രം. ശക്തീകരിക്കണമേ. ഗാനങ്ങൾ ആലപിക്കുന്ന കൊയറിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും പ്രിയമക്കൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. സകലതും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.
പ്രിയമുള്ളവരെ, അജീഷ് മോഹനെയും പ്രഭിജ പി എസിനെയും വിവാഹത്തിൽ ഒന്നിച്ചു ചേർക്കുവാനായി നാം ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്നു. വിവാഹം ദൈവം നിയമിച്ച ഒരു ജീവിതാവസ്ഥയാണ്. ഇത് പരിഭാവനമായി കരുതേണ്ടതാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലെ കാനായിൽ വെച്ച് തന്റെ സാന്നിധ്യത്തിൽ വിവാഹത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ ജീവിതാവസ്ഥയെക്കുറിച്ച് കർത്താവ് പറയുന്നത് കേൾക്കാം. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതിനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അതുകൊണ്ട് ഇവർ മേലാൽ രണ്ടല്ല ഒന്നത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. അതുകൊണ്ട് നിസ്സാരമായോ അവിവേകമായോ ആരും വിവാഹത്തിൽ പ്രവേശിക്കരുത്. ഏതുദ്ദേശങ്ങൾക്കായി കുടുംബജീവിതം നിയമിക്കപ്പെട്ടു എന്ന് ഗൗരവപൂർവം ചിന്തിച്ച് വിവേകത്തോടും പ്രാർത്ഥനയോടും കുടുംബജീവിതത്തിൽ പ്രവേശിക്കേണ്ടത് ആകുന്നു. ഭർത്താവിനും ഭാര്യയ്ക്കും ഐശ്വര്യത്തിലും അനർത്ഥത്തിലും പരസ്പരം ഉണ്ടാകേണ്ട ആയുഷ്കാല കൂട്ടായ്മയ്ക്കും സഹായത്തിനും ആശ്വാസത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രകൃതി സഹജമായ വികാരങ്ങളും ആഗ്രഹങ്ങളും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട് നേരായ മാർഗത്തിലൂടെ സാഫല്യം നേടേണ്ടതിനും ദൈവത്തിന്റെ പുകഴ്ചയ്ക്കായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കുടുംബങ്ങളിൽ പൈതങ്ങൾ ജനിച്ച് വളർത്തപ്പെടേണ്ടതിനും വിവാഹത്തിന്റെ ശ്രേഷ്ഠത അംഗീകരിക്കപ്പെട്ട് മനുഷ്യ സമൂഹം ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ നിലനിൽക്കേണ്ടതിനുമായി വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ഒരുമിച്ച് ചേർക്കപ്പെടാനായി അജീഷ് വി മോഹനും പ്രഭിജ പി എസും ഇവിടെ വന്നിരിക്കുന്നു. അതിനാൽ സഭയുടെ വ്യവസ്ഥകൾക്കും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിനും അനുസരണമായി ഇവർ തമ്മിൽ വിവാഹം ചെയ്തുകൂടാ എന്നതിന് തക്ക കാരണം കാണിക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അതിപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേൽ ഒരിക്കലും പറയാതിരിക്കണം. അജീഷ്, പ്രഭിജ, വിവാഹത്തിൽ ഒന്നിച്ചു ചേർന്നുകൂടാത്ത ഏതെങ്കിലും കാരണമുണ്ടെന്ന് നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ അതിപ്പോൾ പറയണമെന്ന് ദൈവം മുൻപാകെ ഞാൻ നിങ്ങൾ ഇരുവരോടും നിഷ്കർഷയായി കൽപ്പിക്കും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകരുണയുമായിട്ടുള്ള പിതാവേ, അവിടുത്തെ സഹായം കൂടാതെ ഞങ്ങൾക്ക് യാതൊരു കാര്യവും ഉചിതമായി ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. അങ്ങയുടെ ദിവ്യവിചാരണയാൽ ഈ അവിടുത്തെ ദാസരെ അങ്ങ് കൊണ്ടുവന്നിരിക്കുന്നുവല്ലോ. അവരെ വിവാഹ ഉടമ്പടിയിൽ അങ്ങയുടെ ദൃഷ്ടിയിലെന്ന പോലെ പ്രവേശിപ്പാനും ഞങ്ങൾ ചെയ്യുന്ന പ്രതിജ്ഞകൾ സത്യമായി പാലിക്കുവാനും അവിടുത്തെ കൃപ കൊണ്ട് ഇവരെ സമ്പന്നരാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു. ആമേൻ. സമ്മതം ചോദിക്കുന്നു. എൻ്റെ ഭാര്യയായി കൈക്കൊണ്ട് അവളോട് മാത്രം ചേർന്നിരിക്കുമോ? നീ ഇവളെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവകാലം മുഴുവൻ വിശ്വസ്തതയുള്ള ഭർത്താവായിരിക്കുമോ? ദൈവസഹായത്താൽ ഞാൻ അങ്ങനെ ചെയ്യും. പ്രഭിജ, അജേഷ് വി മോഹൻ എന്ന ഈ പുരുഷനെ നീ നിന്റെ ഭർത്താവായി കൈക്കൊണ്ട്
അവനോട് മാത്രം ചേർന്നിരിക്കുമോ? നീ ഇവനെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവകാലം മുഴുവൻ വിശ്വസ്തതയുള്ള ഭാര്യയായിരിക്കുമോ? ദൈവസഹായത്താൽ ഞാൻ അങ്ങനെ ചെയ്യും. ഈ സമയത്ത് പ്രഭിജയുടെ പിതാവ് മുമ്പോട്ട് വന്ന് കൈപിടിച്ചു. അജേഷ് പി മോഹൻ ആകുന്ന ഞാൻ, അജേഷ് വി മോഹൻ ആകുന്ന ഞാൻ, പ്രഭിജ ആകുന്ന നിങ്ങളെ, പ്രഭിജ ആകുന്ന നിങ്ങളെ ഇന്നു മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കാനും രക്ഷിക്കാനും പരിലാളിക്കാനും എൻ്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. പ്രഭിജ പറയുക. പ്രഭിജ ആകുന്ന ഞാൻ, അജേഷ് വി മോഹൻ ആകുന്ന നിങ്ങളെ, ഇന്നു മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കാനും രക്ഷിക്കാനും പരിലാളിക്കാനും എൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു, അതിനെ ഞങ്ങൾ സാക്ഷികളും ആകും. ഈ താലിയെ ദൈവം വാഴ്ത്തി പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ താലിയെ വാഴ്ത്തണമേ. ഇത് കൊടുക്കുന്ന അങ്ങയുടെ മകനും ധരിക്കുന്ന അങ്ങയുടെ മകളും അന്യോന്യം വിശ്വസ്തതയിൽ വസിക്കേണ്ടതിനും അവരുടെ ജീവകാലമൊക്കെയും അറ്റുപോകാത്ത സ്നേഹത്തിൽ നിലനിൽക്കേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ നൽകണമേ. ആമേൻ. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും അടയാളമായ ഈ താലി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ഇഹലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പ്രഭിജ പറയണം. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും അടയാളമായി ഈ താലി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ഇഹലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. രണ്ടുപേരും ചേർന്ന് പറയണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ. ഈ സഭായോഗത്തിന്റെയും മുമ്പാകെ പരസ്പരം ഉടമ്പടി ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ നിയമപ്രകാരവും ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചും ഇവർ ഇപ്പോൾ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നുവെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർപിരിക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. അവർ വിവാഹിതരായിരിക്കുന്നു. ദൈവമാണ് ഇവരെ ഒരുമിച്ച് കൂട്ടിച്ചേർത്തത്.
കുടുംബജീവിതത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ച് യേശുവിനെ സാക്ഷിക്കുന്ന കുടുംബമായി നിലനിൽക്കേണ്ടതിന് എല്ലാ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവം നൽകേണ്ടതിന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വിനയമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന അജേഷ് വി മോഹൻ, പ്രഭിജ PS എന്ന ഈ ദാസരുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം അയക്കണമേ. അവർ തമ്മിൽ ചെയ്ത വാഗ്ദത്തങ്ങളും ഉടമ്പടികളും നിശ്ചയമായി പ്രമാണിച്ച് പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് പാർത്ത് അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. കർത്താവ് തൻ്റെ കരുണ കൊണ്ട് കൃപയോടെ നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുമാറ് ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 4 മുതൽ തീർത്തുള്ള തിരുവചനം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ ജീവിതത്തിൽ ഈ തിരുവചനം കാലിന്റെ ദീപവും പാതയ്ക്ക് പ്രകാശവും ആയിരിക്കട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഈ നാളുകളിൽ ദക്ഷിണ കേരള മഹായിടവകയുടെ ട്രഷററായി ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ടും കാർമ്മികത്വം കൊണ്ടും ദമ്പതികളെ അനുഗ്രഹിക്കുന്ന ദക്ഷിണ കേരള മഹായിടവകയുടെ പ്രോപ്പർട്ടീസ് ബോർഡ് മാനേജരും കൊടിയന്നൂർക്കോണം ഡിസ്ട്രിക്ട് അധ്യക്ഷനുമായ റവറൻഡ് വേദരാജച്ചൻ, ഈ ഇടവകയിലെ റവറൻഡ് മനീഷച്ചൻ, സത്യപാലനച്ചൻ, റിനോഷ് അച്ഛൻ, സെൻകുമാർ അച്ഛൻ, രാജേന്ദ്രൻ സുശേഷർ, മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഭാ ശുശ്രൂഷകരെ, വൈദികരെ, നവദമ്പതികളെ, അവരുടെ മാതാപിതാക്കളായി, കുടുംബാംഗങ്ങളായി, വിശ്വാസികളായി, സ്നേഹിതരായി ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് അച്ഛന്മാരുടെയും സഭാ ശുശ്രൂഷകന്മാരുടെ പേരിലുള്ള വിവാഹ മംഗളാശംസകൾ നിങ്ങൾക്ക് ആമുഖമായി നേരുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഞങ്ങളെയും ക്ഷണിച്ച നിങ്ങളോടുള്ള നന്ദിയും നിങ്ങളുടെ മാതാപിതാക്കളുടെ കടപ്പാടും ഞാൻ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിതമായി ഈ ശുശ്രൂഷയ്ക്ക് ഗാനങ്ങൾ ആലപിക്കുന്ന ക്രിസ്ത്യൻ വോയിസ് നെല്ലിക്കാക്കുഴി, ഈ മനോഹരമായ ദൃശ്യങ്ങൾ അഭ്രപാളികളിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, മറ്റു പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം കൂടെ ദൈവം ഈ ഭൂമുഖത്ത് രൂപപ്പെടുത്തിയിരിക്കുന്നു. 2 ഭവനങ്ങളിൽ നിന്നാണ് നിങ്ങൾ വിവാഹത്തിനായിട്ട് ഒരുമിച്ച് വന്നത് കുടുംബാംഗങ്ങളോടൊപ്പം. ഇനി നിങ്ങൾ ഒരുമിച്ചാണ് ഒരു വീട്ടിലേക്കാണ് കുടുംബജീവിതത്തിൽ പ്രവേശിച്ചതിന് ശേഷം പോകുന്നത്. ദൈവമാണ് നമ്മുടെ എല്ലാം കുടുംബജീവിതത്തിൻ്റെ കാരണക്കാരൻ. അതുകൊണ്ടാണ് നമ്മൾ വിവാഹ ശുശ്രൂഷ നമ്മൾ
CSI സഭയ്ക്ക് ഇതൊരു സാക്രമെന്റായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടില്ല. എങ്കിലും മറ്റു ചില സഭകൾ സാക്രമെന്റായിട്ട് ഇതിനെ ആചരിക്കുന്നു. എങ്കിലും നമ്മൾ അത്രയും പവിത്രതയോടെ വിവാഹം ദൈവാലയത്തിൽ വച്ച് വൈദികരുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. അത്രയും പരിഭാവനമായി ഈ വിവാഹ ശുശ്രൂഷയെ നിങ്ങൾ കാണുകയും ആജീവനാന്ത ഒരു ഉടമ്പടിയായി ഇതിനെ സ്വീകരിക്കുകയും ചെയ്യണം. ഇന്നൊരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും സംശയങ്ങളും ഒക്കെ ഉള്ള ഒരു കാര്യമാണ് കുടുംബജീവിതം അഥവാ ഫാമിലി. എന്തിനാണ് കുടുംബമായിട്ട് ജീവിക്കുന്നത്? ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മാതാപിതാക്കൾ പലരും സങ്കടം പറഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് വിവാഹത്തിന് വേണ്ടി താല്പര്യമില്ല, ഒരു വിവാഹം കഴിക്കുന്നില്ല. മാത്രമല്ല ലിവിങ് ടുഗദർ, അതൊക്കെ പണ്ട് യൂറോപ്യൻ നാടുകളിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലും സാധാരണമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ ഉള്ള ഒരു ലോകത്തിൽ നിങ്ങൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് രണ്ടുപേരും രണ്ട് കുടുംബത്തിൽ നിന്ന് ഒരു കുടുംബമായി തീരുവാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത്, നമ്മൾ പറയും അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയും, ഇങ്ങനെ ക്രമീകൃതമായ ഒരു വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നിങ്ങളെ അനുവദിച്ചതുകൊണ്ടും നിങ്ങൾ അതിനുള്ള മനസ്സ് കാണിച്ചതുകൊണ്ടും നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരട്ടെ. എന്തിനാണ് കുടുംബം? പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബം എന്തിനാണ്? ഞാനൊരു ഭാഗം നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. അത് സഭാപ്രസംഗിയുടെ പുസ്തകമാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പെടുത്തുകയാണ്, വായിക്കുകയാണ്. അത് ശ്രദ്ധിക്കുക. അത് കുറച്ച് കൂടുതൽ ധ്യാനിക്കാനായിട്ട് നിങ്ങൾ വീട്ടിൽ പോയി സമയം കണ്ടെത്തുകയും കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. നമുക്ക് പരിമിതമായ സമയത്ത് ശരിയായി പൂർണ്ണമായും പറയാൻ കഴിയില്ല, എങ്കിലും ആ ഭാഗം ഒന്ന് വായിക്കാം. സഭാപ്രസംഗി 4-ാം അധ്യായം 9 മുതൽ 12 വരെ എന്താണ് പറയുന്നത് നോക്കാം. അവിടെ പറയുന്നു, ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായക കൊണ്ട് അവന് അയ്യോ കഷ്ടം. 2 പേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർ മാറും. ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്ക് അവനോട് എതിർത്ത് നിൽക്കാം. ഉപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. ഇതാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഇത് ചിലപ്പോൾ വേറെ ഒരു കോണ്ടക്സ്റ്റിൽ സഭാപ്രസംഗി ശലോമോൻ ഞാൻ പറഞ്ഞതായിരിക്കാം. എങ്കിലും നമ്മൾ കുടുംബജീവിതവുമായി ബന്ധിപ്പിച്ച് നമ്മൾ നോക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, എല്ലാം സൃഷ്ടിച്ചു, ഒരു പുരുഷനെയും ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ആ സൃഷ്ടി കൊണ്ട് സൃഷ്ടി പൂർണ്ണമായില്ല എന്ന് ദൈവം കണ്ടു. അങ്ങനെ കണ്ടതിന് ശേഷം ദൈവം എന്ത് ചെയ്തു? ഒരു തക്കതായ തുണയെ ദൈവം നൽകി. ഈ തുണ എന്നത് മനുഷ്യന് മാത്രം ദൈവം നൽകിയതാണ്. കോടാനുകോടി ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷെ മറ്റെല്ലാ ജീവജാലങ്ങളും ഇണയെ തേടുമ്പോഴും സ്വീകരിക്കുമ്പോഴും ദൈവം മനുഷ്യന് തുണയെ നൽകിയിരിക്കുന്നു. എന്താണ് തുണ? തുണയ്ക്ക് ഈ ഇംഗ്ലീഷ് ബൈബിളിൽ ഹെൽപ്പർ എന്ന് പറയുന്നുണ്ട്, ചില വെർഷൻസിൽ സഹായി എന്നൊക്കെ പറയാം. എന്തെങ്കിലുമൊക്കെ സഹായി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വ്യാഖ്യാനിച്ച് ഒരു സബോർഡിനേറ്റ് പദമായിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്, അല്ലേ? പുരുഷനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. തുണ എന്ന് പറയുന്ന, സഹായി എന്ന് പറയുന്ന ആള് കുറച്ച് സഹായിക്കാൻ വേണ്ടി മാത്രമുള്ള ആള് എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മുടെ ഭാരതീയ കുടുംബങ്ങളൊക്കെ കെട്ടിപ്പടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പുരുഷൻ, ദ മെയിൽ ഈസ് ദ ഹെഡ് ഓഫ് ദി ഫാമിലി എന്ന് പറയുന്നത്. മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറിയത്. എന്നാൽ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഈ തുണയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ പഴയ നിയമം എഴുതിയത് എബ്രായ ഭാഷയിലാണ്. ഡബർ എന്നൊരു വാക്കാണ് അത് ഉപയോഗിക്കുന്നത്. നമ്മൾ 200 പേജ് എടുത്ത് ഇങ്ങനെ അതിനെ എഴുതിയാലും അതിൻ്റെ അർത്ഥങ്ങൾ തീരുന്നില്ല. ഒരുപാട് അർത്ഥതലങ്ങൾ അതിനുണ്ട്. അത് സഹായി എന്ന് മാത്രമല്ല, കൂടെയുള്ള ആള്, കൂട്ടിനുള്ള ആള്, കൂട്ടുകാരൻ, കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് പറയാം. ഈ അർത്ഥങ്ങളെല്ലാം ഇതിന് ഉതകുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനും ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തുണ, കാര്യസ്ഥൻ, ഹെൽപ്പർ എന്ന വാക്കാണ്. പാരാക്ലെറ്റോസ് എന്ന് പറയുന്ന ഒരു വാക്ക്. അതും പരിശുദ്ധാത്മാവിന് തുണയായിട്ടാണ് മനുഷ്യൻ നൽകിയിരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ആദരിക്കുന്നു,
തൃത്വ ദൈവത്തിലെ മൂന്നാമനായിട്ട് നമ്മൾ കാണുന്നു. ദൈവത്തിന്റെ തന്നെ ഒരു സ്വരൂപമായിട്ട് നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിനെ കാണുകയും പ്രാർത്ഥിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അത്രത്തോളം ഒരു പ്രാധാന്യം ജീവിതത്തിൽ പങ്കാളിക്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ 18-ാം വാക്യത്തിലാണ് തുണയെ നൽകുന്ന കാര്യം പിന്നീട് പറയുന്നത്. അതിനു മുമ്പ് തന്നെ ദൈവം പുരുഷനെ ഏദൻ തോട്ടത്തിൽ കൊണ്ടാക്കി അവിടെ വേല ചെയ്യുവാനായിട്ട് ദൈവം സൃഷ്ടിച്ചു. അപ്പൊ വേല ചെയ്യാനായിട്ട് സൃഷ്ടിച്ചപ്പോൾ ഉത്തരവാദിത്വം കൊടുത്തു, ജോലി കൊടുത്തു. ജോലിയെല്ലാം കൊടുത്തതിന് ശേഷമാണ് ദൈവം തുണയെ കൊടുക്കുന്നത്. അപ്പൊ ആ ജോലിയിൽ പങ്കാളിയാകുക, പുരുഷന്റെ കൃത്യത്തിൽ പങ്കാളിയാവുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്നു 1-ാമത്തെ ഭാഗത്ത് ഈ സഭാപ്രസംഗിത പുസ്തകം 9-ാം അധ്യായത്തില് 10-ാം വാക്യം മുതൽ കാണുന്നു, വീണാൽ ഒരുവൻ വീണാൽ അവനെ പിടിച്ചെണീൽപ്പിക്കാൻ രണ്ടുപേരും ഒരാളൂടെ വേണം. അതിനുവേണ്ടിയാണ് രണ്ടുപേരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വീഴ്ച എന്നുള്ളത് നമ്മൾ ഈ വാച്യമായ അർത്ഥത്തിൽ പറഞ്ഞാലും അതിനപ്പുറമായിട്ടുള്ള അർത്ഥമുണ്ട്. ജീവിതത്തിൽ പരാജയങ്ങളും വീഴ്ചകളും ഒക്കെ സംഭവിക്കാം. അപ്പൊ അവിടെയെല്ലാം കരം പിടിച്ച് ഉയർത്താൻ, കരം പിടിച്ച് നടത്താൻ, ഒരു സപ്പോർട്ടറായിരിക്കാൻ, ഈ തുണയ്ക്ക് സപ്പോർട്ടർ എന്നൊരർത്ഥമുണ്ട്, ഒരു സഹായി ആയിട്ട് കൂടെ നിൽക്കാൻ ആവണം എന്നുള്ളതാണ്. അതാണ് 1-ാമത്തെ കാര്യം. അതുകൊണ്ട് ജീവിത പങ്കാളി എന്ന് പറയുന്നത് ഈ നമുക്ക് പറയാം കെയർ എന്നൊരു വാക്ക് അവിടെ പറയാം, നിങ്ങൾക്ക് ഓർമ്മിച്ചിരിക്കാനായിട്ട്, ഒരു കെയർ ടേക്കറാണ്. അപ്പോൾ 1-ാമത് ഈ ഭാഗത്ത് പറയുന്ന ആശയം കുടുംബം എന്ന് പറയുന്നത് ഫോർ കെയറിങ്, സംരക്ഷിക്കാനുള്ളതാണ്, കരുതാനുള്ളവരാണ്, പരസ്പരം കരുതാനുള്ളവർ. 2-ാമത് നമ്മൾ നോക്കും 11-ാം വാക്യത്തിൽ പറയുന്നു, രണ്ടുപേർ ഒരുമിച്ചിരുന്നാൽ കുളിർ മാറും, ഒരാളിരുന്നാൽ കുളിർ മാറാൻ കഴിയില്ല. അത് വാച്യമായ അർത്ഥത്തിലല്ല നമ്മൾ കാണേണ്ടത്, വാച്യമായ ഒരു അർത്ഥമുണ്ട് അതിന്. പക്ഷേ ഈ കുളിർ എന്നുള്ളത് ആ വാക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാം സുഗമമായി പോകുന്ന ഒരു ജീവിതമല്ല കുടുംബജീവിതം. ചിലപ്പോൾ അധികമായ തണുപ്പ് വരും. നമ്മൾ ഈ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ കഠിനമായ ചൂടാണ്. നമുക്കത്ര നമ്മളും ചൂട് അനുഭവിക്കുന്നെങ്കിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ കഠിനമായ ചൂടാണ്. ചൂടിന്റെ ഒരു ഭയങ്കര പീക്കാണ്. ഇനി ഡിസംബർ ജനുവരി ഒക്കെ വരുമ്പം തണുപ്പിന്റെ ഒരു പീക്കാണ്, കഠിനമായ തണുപ്പാണ്. ഈ തണുപ്പും ചൂടും ഒക്കെ നമുക്ക് നമ്മുടെ ഹ്യൂമിഡിറ്റി അനുസരിച്ച് നമുക്ക് കുറച്ച് മാത്രമേ സഹിക്കാൻ പറ്റൂ. അതിന്റെ കൂടുതലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പുതപ്പ് ആശ്രയിക്കും. ചൂട് വരുമ്പോൾ നമ്മൾ ഫാനോ AC ഒക്കെ ആശ്രയിക്കും, അല്ലേ? കാരണം നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതിനപ്പുറമാണ്. ഇവിടെ സഭാപ്രസംഗി എത്ര ബുദ്ധിയോടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാള് ഒരു വ്യഥ അനുഭവിക്കുമ്പോൾ ചൂടും തണുപ്പും ഒക്കെ നിറഞ്ഞ സമ്മിശ്ര ജീവിതമാണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് വേണം? ഈ കൂടെ നിൽക്കാൻ ഒരാൾ വേണം, പങ്കുവയ്ക്കാൻ ഒരാൾ വേണം. ഈ കുളിര് പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ചൂട് പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. വിവാഹത്തില് താലി കെട്ടിക്കൊണ്ട് പറഞ്ഞു, എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു പറഞ്ഞില്ലേ? എന്റെ ഇഹലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിന്നെ പറഞ്ഞു, സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും. നമ്മൾ ഇതൊക്കെ അങ്ങ് പറഞ്ഞ് വേഗമായിട്ട് പറഞ്ഞു വിടുമെങ്കിലും ഇതിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. നമ്മുടെ CSIയുടെ വിവാഹ ആരാധനക്രമം എല്ലാ സഭകളും, പൗരസ്ത്യ സഭകളും പാശ്ചാത്യ സഭകളും ഒരുപോലെ അംഗീകരിച്ചൊരു ആരാധനക്രമമാണ്. എത്ര അർത്ഥവത്തായ ആരാധനക്രമമാണ് ഇത്. നമ്മൾ പറഞ്ഞിട്ടങ്ങ് പോകും. സമ്പത്തിൽ ചിലപ്പോൾ കൂടെ ഉണ്ടാവും, ദരിദ്രത വരുമ്പോൾ പറയും, നീ കാരണമാണ് എനിക്ക് ഈ കടമൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ നീയാണ് കടമൊക്കെ ഒരുക്കി വെച്ച്, അല്ലെങ്കിൽ സ്ത്രീ പറയും, ഈ പുരുഷന്, ഈ മനുഷ്യനാണ് ഇത്രയൊക്കെ ചെയ്തു വെച്ച് എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുടുംബങ്ങളുണ്ട്. സമ്പത്തിലും ദരിദ്രതയിലും കൂടെ ഉണ്ടാവണം, ദീനത്തിലും സുഖത്തിലും കൂടെ ഉണ്ട്. സുഖത്തിൽ മാത്രമല്ല, പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ കൂടെ ഉണ്ടാവണം. അത് നമുക്ക് ഷെയർ എന്ന് പറയാം, പങ്കുവയ്ക്കുക. ഫാമിലി ഈസ് ഫോർ ഷെയറിങ്. ഇതാണ് സഭാപ്രസംഗം. 3-മതൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് 12-ാമത്തെ വാക്യത്തിലാണ്. ആ ഭാഗം അവസാനിപ്പിച്ചുകൊണ്ട് സഭാപ്രസംഗി പറയുന്നു, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. എന്താണ് മുപ്പിരിച്ചരട് എന്ന് പറഞ്ഞാൽ? 3 പിരിയുള്ള ചരട്. ഇതുവരെയും 2 പേരുടെ കാര്യമാണ് സഭാപ്രസംഗി പറഞ്ഞത്. പക്ഷെ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു 3 പേരുടെ കാര്യം. മുപ്പിരിച്ചരട്. അമ്മ ഇവിടെ നിന്ന് മുതിർന്ന അമ്മമാർക്കൊക്കെ അറിയാം. ഇപ്പോഴത്തെവരെല്ലാം ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നതുകൊണ്ട് ഈ മുടി പിന്നുന്ന സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ പിന്നുന്നവരല്ലേ. അപ്പൊ അമ്മമാരോട് ചോദിച്ചാൽ പറഞ്ഞു തരാം. അവരിങ്ങനെ 3 കണ്ണികളായിട്ട്, ഈ 3 ഇഴകളായിട്ട് ഇങ്ങനെ ഈ മുടിയെ വിഭാജിച്ചിട്ട് ആണ് ഈ പിന്നുന്നത്. അതാണ് മുപ്പിരിച്ചരടെന്ന് പറയുന്നത്.
അപ്പോൾ അത് അവസാനം മാത്രം കണ്ണിയിടാൻ വേണ്ടി മാത്രമല്ല, ആദ്യം മുതലേ ഈ തല പിന്നുമ്പോൾ ഇങ്ങനെ ആദ്യം മുതലേ ഈ 3 ചരടും അങ്ങോട്ട് 3 ഭാഗവും ഇങ്ങനെ ചേർത്താണ് വരുന്നത്. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അത് ബലമായിട്ടിരിക്കും, പെട്ടെന്ന് അഴിയില്ല. നമ്മൾ ഈ കയറുണ്ടാക്കുന്നത് എങ്ങനെയാണ്? കയറ് നമ്മുടെ തെക്കൻ ഭാഗത്തൊക്കെ പണ്ട് കെട്ടുതാലി എന്ന് പറയുന്നത് കയറുപിരിയാണ്, കയറ്റുപിരി എന്ന് പറയും. ഞങ്ങളെ പാറശാലയൊക്കെ കയറ്റുപിരി എന്ന് പറയും. അപ്പൊ പിന്നെ നമ്മൾ വേറെ അതിന്റെ ഫാഷനൊക്കെ മാറി. അതിനൊരു സന്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? 3 പേരാണ് ഒരു കുടുംബ ജീവിതത്തിൽ ഭദ്രമായിരിക്കുന്നത്. 2 പേര് മാത്രമായാലും പലപ്പോഴും അത് ഭദ്രമല്ല. ഈ 3-മനാരാണ്? അത് വേറെ ആരുമല്ല, നിങ്ങളെ കൂട്ടിച്ചേർത്ത ദൈവം. കൂട്ടിച്ചേർത്ത ദൈവം. ഇവിടെ ഞങ്ങളൊക്കെ ഈ ശുശ്രൂഷയിൽ കാർമ്മികത്വം വഹിക്കുന്നുവെങ്കിലും ചീഫ് സെലിബ്രന്റ് എന്ന് പറയുന്നത്, മുഖ്യ കാർമ്മികൻ എന്ന് പറയുന്നത് കർത്താവാണ്, ദൈവമാണ്. അതുകൊണ്ടാണ് അസന്നിഗ്ധമായിട്ട് ഞങ്ങൾ പറഞ്ഞത്, ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർതിരിക്കരുത്. നിങ്ങളെ ദൈവമാണ് കൂട്ടിച്ചേർത്തത്. അപ്പൊ ആ ദൈവത്തെ നിങ്ങൾ കൂടെ കൊണ്ടുപോകണം, എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടാവാൻ. ഇപ്പൊ ഈ പള്ളി ഒരു വീട് വെക്കുമ്പോൾ അതിന് മേസ്ത്രി ഉണ്ടാവും, കുറച്ച് ജോലിക്കാരും ഉണ്ടാവും. അത് വീട് വെച്ച് കഴിയുമ്പോൾ പിന്നെ അത് അനങ്ങില്ല, കുറെ കാലം അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് പിന്നെ ആ മേസ്ത്രിയൊന്നും നമ്മൾ അന്വേഷിച്ച് പോകാറില്ല. ഇന്ന ആള് പണി ചെയ്ത് നമുക്ക് ഓർമ്മയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ഭവനം, ഈ 127 സങ്കീർത്തനത്തിൽ വീടെന്നുള്ളത് അതിന്റെ ഒറിജിനൽ ഭാഷയിൽ ഭവനം എന്നാണ്, കുടുംബം എന്നാണ്. യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്ന വൃഥ അധ്വാനിക്കുന്നു. ദൈവമാണ് ഈ ഭവനം പണിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യരായ നിങ്ങളെ കൊണ്ടാണ് ഈ ഭവനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ കെട്ടിടം വീട് ഇരിക്കുന്നത് പോലെ അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കില്ല. അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും, ആശയങ്ങൾ വ്യത്യസ്തമാകും, എപ്പോഴും ഒന്നുപോലെ ഇരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ സമ്മിശ്രമാണ്. ഇതെല്ലാം ഇങ്ങനെ വരുമ്പോ നമ്മൾ ആടി ഉലഞ്ഞു പോകും. അപ്പൊ ഈ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് ഭംഗം വരും, ഈ ഭവനത്തിന്റെ ഭദ്രതയ്ക്ക്. അപ്പൊ ഈ നിർമ്മിച്ച ആളിനെ നമുക്ക് തേടിപ്പോകേണ്ടി വരും. ആ തേടിപ്പോകുമ്പോൾ അദ്ദേഹത്തെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് എപ്പോഴും ഈ നിർമ്മിച്ച ആളിനെ കൂടെ കൂട്ടി നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് വസിക്കുവാനായിട്ട് കഴിയണം. ഏദൻ തോട്ടത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, വെയിലാറുമ്പോൾ ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കാലൊച്ച അവർക്ക് കേൾക്കാമായിരുന്നു. ആ കാലൊച്ച കേട്ടതുകൊണ്ട് അവർക്ക് ഒരുമിച്ച് ദൈവത്തോടൊപ്പം വസിക്കാൻ കഴിഞ്ഞു. എത്ര സന്തോഷമായിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്? ദൈവത്തിൽ നിന്ന് അവരകന്നു പോയപ്പോഴാണ്, ദൈവത്തെ മറന്നു കഴിഞ്ഞപ്പോഴാണ്. ഈ വെയിലാറുക എന്നുള്ളത് വളരെ നമ്മൾ അടിവരയിട്ട് വായിക്കണം. എപ്പോഴാണ് ഈ വെയിലാറുന്നത്? സന്ധ്യയ്ക്കാണല്ലേ, വൈകുന്നേരമാണ്. അപ്പൊ വെയിലാറുന്ന എന്തിനാണ്? സന്ധ്യ എന്തിനാണ്? ദൈവത്തോടു കൂടെ ഇരിക്കാനാണ്, പ്രാർത്ഥനയ്ക്കാണ്. അതുകൊണ്ട് 3-ാമത് ഞാൻ പറയുന്നു, ഫാമിലീസ് ഫോർ പ്രേയിങ്. നിങ്ങൾക്ക് പ്രാർത്ഥന ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറയാം. 1-ാമത് ഞാൻ പറഞ്ഞത് കെയർ, ഷെയർ, പ്രയർ. ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഓർമ്മ വയ്ക്കുക. നിങ്ങൾ ദൈവം കുടുംബമായി ചേർത്തിരിക്കുന്നത് പരസ്പരം കരുതാനാണ്, പരസ്പരം പങ്കുവയ്ക്കാനാണ്, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനാണ്. അപ്പോഴാണ് നിങ്ങൾ കുടുംബം അംഗപൂർണ്ണമാകുന്നത്. മറക്കാതിരിക്കുക, കെയർ, ഷെയർ, പ്രയർ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് എല്ലാ നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. സ്വപ്നം പോലെ മുന്നേറും മണവാളനൊപ്പം ആയിരത്തിനക്കളോടെ ആയിരം പ്രതീക്ഷയോടെ ജീവിത പ്രകാശമാക്കുമേ. ആയിരത്തിനക്കളോടെ ആയിരം പ്രതീക്ഷയോടെ ജീവിത പ്രകാശമാക്കുമേ. പുതിയ കുടുംബത്തിൽ കവികൾ ഉയരുന്നു, സഭ വിജയത്തിൽ കൊടുതുയരുന്നു. I'll be forever by your side. I'll be the safest place for you to hide. Your love makes me feel alive. I'll be forever by your side.
ആദ്യം CSI വാലനുള്ള ഇടവകയെ പ്രതിനിധീകരിച്ച് ഇടവക സെക്രട്ടറി. നമ്മുടെ സഭയിലെ സഭാ ശുശ്രൂഷനായിരിക്കുന്ന റവറൻ മനീഷ് അച്ഛൻ, ഇന്നത്തെ വിവാഹ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച ദക്ഷിണ കേരള മഹായിടവക സെക്രട്ടറിയായ ഡോക്ടർ റവറൻ, നമ്മുടെ സഭാതലത്തിലും ഡിസ്ട്രിക്ട് തലത്തിലും ഏരിയ തലത്തിലും ദക്ഷിണ കേരള മഹായിടവക തലത്തിലും ഒക്കെ പോയിന്റ് നേടി നമ്മുടെ സഭയെ കലാമത്സരങ്ങളിൽ 1-ാം സ്ഥാനം എത്തിക്കുന്നതിന് നമ്മോടൊപ്പം ആയിരുന്ന പ്രഭിജ ടീച്ചർ, ദക്ഷിണ കേരള മഹായിടവകയിൽ തന്നെ നമ്മുടെ സഭയ്ക്ക് 1-ാം സ്ഥാനം, അതായത് നമ്മുടെ പേര് ഉയർത്തി കാണിക്കുവാൻ പ്രഭിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഭിജയുടെ ചേച്ചിക്കും നമ്മുടെ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു. അടുത്ത് നമ്മുടെ CSI രാമപുരം സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട നമ്മുടെ സത്യബലച്ചൻ, വേദരാജൻ, പ്രിയപ്പെട്ട സെൻകുമാർ അച്ഛൻ, ഉദ്യോഗ അച്ഛൻ, എല്ലാ അച്ഛന്മാർക്കും സഭയുടെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വേദിയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് വിവാഹബന്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന യുവമിഥുനങ്ങളെ, ഇരുവരെയും ആശീർവദിക്കുന്നതിനായിട്ട് കടന്നു വന്നിരിക്കുന്ന ബന്ധുക്കളെ, സഭാജനങ്ങളെ, സഭയിലായിരിക്കുന്ന ഏവരുമേ ദൈവം വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനെ ഏവരെ അറിയിച്ചു കൊള്ളട്ടെ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഹോളി ട്രിനിറ്റി CSI ചർച്ച് വാലമ്പുഴ സഭയുടെ സൺഡേ സ്കൂളിൻ്റെ ആതിഥ്യത്തിലുള്ള വിവാഹ മംഗളാശംസകൾ ഇരുവരെയും അറിയിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ചർച്ച് സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു ദൈവിക അന്തരീക്ഷത്തിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു മകളാണ് പ്രഭിജ. നല്ലൊരു അന്തരീക്ഷത്തിൽ വളർത്താൻ ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു. കുഞ്ഞുനാളിൽ തന്നെ വേദപുസ്തക അടിസ്ഥാനത്തിലും ദൈവം നടത്തേണ്ടുന്ന ഏതൊക്കെ വഴിയിൽ നടത്തണമോ ആ രീതിയിൽ തന്നെ ആ മാതാപിതാക്കൾക്ക് അവളെ വളർത്താനായിട്ട് സാധിച്ചു. ഒരു മാതൃകാപരമായ ജീവിതം നയിക്കാൻ പ്രഭിജയെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സൺഡേ സ്കൂളിനെ സംബന്ധിച്ച് പ്രഭിജ ഒരു മുതൽക്കൂട്ടാണ്. വളരെ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രഭിജ സൺഡേ സ്കൂളിലും പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥതയോടെ പരീക്ഷ എഴുതുന്ന ഒരു വ്യക്തിയാണ്. കലാമത്സരങ്ങളിലായാലും അപ്രകാരം തന്നെ എല്ലാത്തിനും മുൻപന്തിയിലുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ സഭയിലെ ഒരു വാനമ്പാടിയാണ് പ്രഭിജ. പോകുന്ന സഭയിലും സൺഡേ സ്കൂളിന് ഒരു മുതൽക്കൂട്ടായിരിക്കാനും ഇരുവർക്കും ഒപ്പത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കാനും ദൈവം ഇരുവരെയും അനുഗ്രഹിക്കട്ടെ, അവസരങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹോളി ട്രിനിറ്റി CSI ചർച്ച് വലമ്പുഴ സഭയുടെ സൺഡേ സ്കൂളിൻ്റെ നാമധേയത്തിലുള്ള ഒരു ഉപഹാരം സ്വീകരിക്കുന്നതിന് ഇരുവരെയും ക്ഷണിക്കുന്നു. അത് നൽകുന്നതിനായി ഞങ്ങളുടെ സഭാധ്യക്ഷനെയും ക്ഷണിക്കുന്നു. ഇന്ന് വിവാഹത്തിനായി കൂടി വന്നിരിക്കുന്ന ഇരുവരുടെയും ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, നിങ്ങളേവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് വിവാഹിതയായ പ്രഭുജ ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലെ ഒരു സജീവ അംഗമാണ്. കൂടാതെ തന്നെ ചേച്ചി സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. കൂടാതെ തന്നെ ചേച്ചി നല്ല രീതിയിൽ പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചിയുടെ ആ താലന്തുകൾ ഞങ്ങളുടെ സംഘടനയ്ക്ക് വളരെയധികം മുതൽക്കൂട്ടായിരുന്നു. ഇനി പോകുന്ന സഭയിലും സംഘടനയിലും സഭയുടെ എല്ലാ കാര്യങ്ങളിലും ഇരുവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘടനയെ നൽകുന്ന ചെറിയൊരു സ്നേഹോപഹാരം ഞങ്ങളുടെ സഭാ ശുശ്രൂഷകളിൽ നിന്നും സ്വീകരിക്കാൻ ഇരുവരെയും ക്ഷണിക്കും. ഇന്ന് ഈ വിവാഹത്തിൽ പങ്കെടുത്തുള്ള വധുവരന്മാരുടെ ബന്ധുമിത്രാദികളെ, നിങ്ങൾ ഏവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് വിവാഹിതരായ ശ്രീമതി പ്രഭിജ ആളുകൾ നമ്മുടെ സഭയിലെ സജീവ അംഗമാണ്. കുഞ്ഞുനാൾ മുതലേ എല്ലാ സഭ ആരാധനയിലും എല്ലാ സംഘടനകളിലും പങ്കെടുക്കുന്ന ഒരു മകളാണ്. ഞങ്ങളുടെ ശ്രീന്റെ സംഘടനയിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരു മകളാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നന്നായി പാടുകയും നന്നായി പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു മകളാണ്. ഞങ്ങളുടെ സംഘടനയിൽ കലാമത്സരങ്ങളിൽ പങ്കുകൊണ്ട് ഡിസ്ട്രിക്ട് തലത്തിലും ഏരിയ തലത്തിലും മഹാനഗര തലത്തിലും പങ്കുകൊണ്ട് വിജയങ്ങൾ കരസ്ഥമാക്കിയ ഒരു മകളാണ്. ഇനി പോകുന്ന സഭയിലും രണ്ടുപേരും ചേർന്ന് പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുമാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ശ്രീൻ സംഘടനയുടെ പേരിലുള്ള ഒരു സ്നേഹവാരം ഞങ്ങളുടെ അച്ഛനും സ്വീകരിക്കുവാൻ രണ്ടുപേരെയും ക്ഷണിച്ചുകൊള്ളുന്നു.
സഹോദരങ്ങൾ, സഭയിലായിരിക്കുന്ന പ്രിയമുള്ളവരെ, ഞാനിവിടെ ആയിരിക്കുന്നത് CS രാമപുരം സഭ COF-ന്റെ ഒരു ആശംസ അറിയിക്കുവാൻ വേണ്ടിയാണ്. യോശുവ ഭക്തൻ വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. അപ്രകാരം ആ വചനത്തെ പ്രകാരം യഹോവയെ സേവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് അജേഷ് വി മോഹൻ. അജേഷും അപ്രകാരം തന്നെയാണ്. എനിക്കൊരു സഹോദര തുല്യനാണ്, സഭയുടെ എല്ലാമാണ്. പ്രത്യേകിച്ച് പറയാൻ, അജേഷ് ജോലി കിട്ടി കുറച്ച് ദൂരെ പോയപ്പോഴാണ് അജേഷ് സഭയിൽ എത്രമാത്രം വേണ്ടപ്പെട്ടവനായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടത്. കാരണം എന്തു കാര്യത്തിനും വിളിച്ചാൽ വിളിപ്പുറത്ത് കൂടെ ഉണ്ടായിരുന്ന അജേഷ് കുറച്ച് അകലെ പോയപ്പോൾ ഒരുപാട് ഒരു ശൂന്യത സഭയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത്രമാത്രം സഭയിലെ ഓർഗനിസ്റ്റാണ്. സഭയിലെ എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെ സഭയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു യുവാവായിരുന്നു അജേഷ്. അപ്രകാരം തന്നെയാണ് പ്രഭുജയ് എന്ന് അറിഞ്ഞത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. വാലംവിളക്കാർക്ക് കുറച്ച് സങ്കടമുണ്ടെങ്കിലും രാമപുരംകാർക്ക് അധികം സന്തോഷമുണ്ട്. നമ്മുടെ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാവാൻ പ്രിയ മക്കൾക്കും സാധിക്കട്ടെ. അജേഷ് ഒരു പവറാണ്. പ്രവിജ കൂടി ചേരുമ്പോൾ അതൊരു പവർ ഹൗസായി മാറും. അത് CS രാമപുരത്തിന് മുന്നോട്ട് പോകുവാൻ അതൊരു പ്രയോജനമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്രകാരം പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ ഒരു കൊമ്പ് മാത്രമായിരുന്നാൽ അതിനൊരു ഭംഗി കാണത്തില്ല. പക്ഷേ ഒരു മുന്തിരിവള്ളി ആ കൊമ്പിന്റെ കൂടെ ചേരുമ്പോൾ അത് കൂടുതൽ സുന്ദരനാവും, അത് കൂടുതൽ സ്വപ്നം കണ്ടു തുടങ്ങും, അത് കൂടുതൽ പ്രകാശിക്കും. അതുപോലെ തന്നെയാണ് മുന്തിരിവള്ളി. അവൾ ഏകയായിരിക്കുമ്പോൾ അവൾക്ക് സംരക്ഷണം കാണില്ല. പക്ഷേ അവൾ ഒരു കൊമ്പിന്റെ കൂടെ ചേരുമ്പോൾ അവൾ സംരക്ഷിതയാവും, അവൾ കൂടുതൽ സുന്ദരിയാവും, അവർ ഒരുമിച്ച് സ്വപ്നങ്ങൾ കാണും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുമിച്ച് സ്നേഹിച്ച്, ഒരുമിച്ച് പരസ്പരം ആശ്രയിച്ച്, ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം CS രാമപുരം സഭ COF-ന്റെ ചെറിയൊരു അനുമോദനം സ്വീകരിക്കാൻ പ്രിയമുള്ളവരെ ക്ഷണിക്കുന്നു. ഇത് നൽകുവാൻ വേണ്ടി സഭ അധ്യക്ഷനായിരിക്കുന്ന ശോഭിതായ സാറിനെ ക്ഷണിച്ചു. വളരെ ദീർഘമായി പ്രസംഗിച്ച ഒരു കാര്യത്തിനൊന്നും ഞാൻ തുനിയുന്നില്ല. രണ്ടുപേരുടെയും കുടുംബജീവിതം ആരംഭിക്കുന്ന ഇന്ന് അവർക്കൊരു ആശംസ അറിയിക്കുക എന്നുള്ളതാണ് ഇന്ന് നിക്ഷിപ്തമായിരിക്കുന്നത്. അതിന് മുന്നേ ഞാൻ പറയട്ടെ, പ്രവിജയെക്കുറിച്ച്, പ്രവിജയുടെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കളെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയുള്ള ഒരാളാണ് ഞാൻ. നെല്ലിക്കാക്കുഴി സഭയിലെ പ്രവിജയുടെ മാതാവ് അവിടുത്തെ അംഗമാണ്. വളരെ ക്രിസ്തീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് അവര്. മാത്രമല്ല രാമപുരം സഭയിലെ ക്രിസ്തീയമായ അന്തരീക്ഷത്തിൽ വളരെയേറെ പ്രശോഭിച്ചു നിൽക്കുന്ന ഒരു കുടുംബമാണ് മോഹൻ്റെ കുടുംബം. അവിടെ എനിക്കൊരു 5 വർഷത്തെ പരിചയമേ ഉള്ളൂ. എന്നാൽ ദീർഘകാലമായി എൻ്റെ കുഞ്ഞുനാൾ മുതൽ പ്രവിജയുടെ കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. മാത്രമല്ല പ്രവിജയുടെ മാതാപിതാക്കൾ കഴൂർ സഭയിലെ അംഗമായിരുന്നു. അവർ പിന്നീടാണ് ഇങ്ങോട്ട് വാലമ്പുഴ സഭയിലേക്ക് മാറി വരികയും സൺഡേ സ്കൂളോ COF തുടങ്ങി ചർച്ച അക്കൗണ്ടൻ്റൊക്കെ ആയി പ്രവർത്തിച്ച മിസ്റ്റർ പ്രഭാകരനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് എനിക്കുള്ളത്. ഞാൻ അക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അങ്ങനെ ക്രിസ്തീയമായ പാരമ്പര്യത്തിൽ, ആ അന്തരീക്ഷത്തിൽ ദൈവവചനപ്രകാരം വളർത്തപ്പെട്ട 2 മക്കളാണ്. രാമപുരം സഭയിൽ വിരലിൽ എണ്ണാവുന്ന യൂത്തുകാരാണുള്ളത്. അവരുടെ അക്ഷീണമായ പ്രവർത്തനം, അവരുടെ എല്ലാവിധമായ സ്ഥിരോത്സാഹമാണ് രാമപുരം പള്ളിയുടെ ഇന്നത്തെ വളർച്ചയും ആ പള്ളിപ്പണിയുടേതായ അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത്. അതിലേറ്റവും നെടുന്നൂടായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് അജേഷ്. അജേഷ് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി കൂടെയാണ്, PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഉദ്യോഗം കാസർഗോഡാണ്. മാസത്തിൽ 2 കർത്തൃ ദിവസമെങ്കിലും രാമപുരം സഭയിൽ വന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന ആളാണ്. അത് വളരെയേറെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഓർക്കുകയാണ്. മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഇന്നത്തെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചു, മുപ്പിരിച്ചരടിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞു. അവർ 2 പേരായിട്ട് ആരംഭിച്ചിരിക്കുന്ന അവരുടെ കുടുംബജീവിതത്തിൽ 3ാമനായിട്ട് കർത്താവ് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല പരസ്പര സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലും പരസ്പരം ക്ഷമിച്ചുകൊണ്ട് അമിതമായ പ്രാർത്ഥനയും എപ്പോഴും അവരുടെ കുടുംബജീവിതത്തിലുണ്ടാവും. സഭയായിട്ടുള്ള ഒരു ചെറിയ ഉപഹാരം സ്വീകരിക്കുവാൻ സ്നേഹവും നന്ദിയും ഞാൻ ഒറ്റ വാക്കിൽ അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങൾ ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കണമേ.
ഈ ശുശ്രൂഷയിൽ പ്രിയ കുടുംബങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ കുടുംബാംഗങ്ങളും, ഗായക സംഘാംഗങ്ങളും, ഇരുവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രിയ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരു ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷക്കെടുത്താതെ ദുഷ്ടങ്ങളിലൂടെ ഇരിക്കണമേ. രാജ്യവും ശക്തിയും ഞങ്ങൾക്കുള്ളതാകുന്നല്ലോ. ആമേൻ. കർത്താവ് ഞങ്ങളുടെ ദാസനെയും ദാസിയെയും രക്ഷിക്കണമേ. കർത്താവ് ഞങ്ങളുടെ വിശുദ്ധ സ്ഥലത്ത് ഇവർക്ക് സഹായം ചെയ്യണമേ. കർത്താവെ അവർക്ക് ബലമുള്ള ഗോപുരമായിരിക്കണമേ. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനും നിത്യനുമായ പിതാവേ, അങ്ങ് മനുഷ്യവർഗത്തിന് വിവാഹത്തിന് വിശുദ്ധ അവസ്ഥ നിയമിച്ചു കൊടുക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഭർത്താവും ഭാര്യയുമായി ഇപ്പോൾ ചേർക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ ദാസരായ അജേഷ് വി മോഹൻ പ്രഭുജാപിയസിന്റെ മേൽ അങ്ങയുടെ അനുഗ്രഹം പകരണമേ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമന്നുകൊണ്ടും അന്യോന്യം സന്തോഷം പങ്കിട്ടുകൊണ്ടും ഒരുമിച്ച് തങ്ങളുടെ കുടുംബത്തിന്റെ കടമകൾ നിർവഹിച്ചുകൊണ്ടും തിരുവചനത്തിനനുസൃതമായി സ്നേഹത്തിൽ ജീവപര്യന്തം പരസ്പരം വിശ്വസ്തരായിരിക്കാൻ അങ്ങവർക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥന തുടരാം. നന്നസ്ത്രയത്തിലെ ഒരു ഭൗമിക ഭവനത്തിലെ ജീവിതത്തിൽ പങ്കാളിയായ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായി, അങ്ങയുടെ ഈ ദാസരുടെ ഭവനത്തിൽ അങ്ങ് കർത്താവും രാജാവുമായി വാഴണമേ. അങ്ങ് മനുഷ്യരെ സൂക്ഷിച്ചതുപോലെ ഇവരെ മറ്റുള്ളവരെ സൂക്ഷിക്കുവാൻ വരം നൽകണമേ. തങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെ മധ്യത്തിൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അങ്ങയുടെ രക്ഷണ സ്നേഹത്തെ നിങ്ങൾ സാക്ഷിപ്പാൻ അങ്ങ് ഇവർക്ക് കൃപ നൽകണമേ. അങ്ങയുടെ വിശുദ്ധ നാമത്തിന് പുകഴ്ചയ്ക്കായി ഇത് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നും ഏകദൈവമായി കലവസ്ഥാനം കൂടാതെ ജീവിച്ചു വാഴുന്നുവല്ലോ. ആമേൻ. ദൈവമേ, ഉത്തരവാദിത്വമുള്ള കുടുംബ ജീവിതം നയിക്കുവാൻ അങ്ങ് ഇവരെ സഹായിക്കണമേ. സന്താന ഭാഗ്യം നൽകി ഇവരെ ആശീർവദിക്കുകയും അങ്ങയെക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും ശുശ്രൂഷയിലും ഇവർ വളരുവാനുള്ള ജ്ഞാനം നൽകുകയും ചെയ്യണമേ. ഇന്ന് വിവാഹത്തിന് സാക്ഷ്യം വഹിച്ച വിവാഹിതരായ എല്ലാവർക്കും അവരവരുടെ വിവാഹത്തിന്റെ പ്രതിജ്ഞകൾ പുതുക്കുവാൻ ജ്ഞാനം നൽകണമേ. എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും അന്യോന്യമുള്ള സ്നേഹത്തിൽ വളരുവാനും ദൈവരാജ്യത്തിന്റെ അടയാളമായി പരസ്പരം ശുശ്രൂഷിക്കുവാനുള്ള കൃപ പകരണമേ. അവിടുത്തെ കൂട്ടായ്മയിൽ ഒന്നായി ചേർക്കപ്പെട്ട എല്ലാവരും അവിടുത്തെ ആത്മാവിനാൽ രൂപാന്തരം പ്രാപിച്ച് സമാധാനത്തിന്റെയും നീതിയുടെയും സാക്ഷികളായിരിക്കുവാൻ സഹായിക്കണമേ. അങ്ങനെ അവിടുത്തെ ആത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഉപകരണങ്ങളായിരിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ആമേൻ. അങ്ങയുടെ മഹാശക്തിയുള്ള സംരക്ഷണ കൊണ്ട് ഞങ്ങൾ ഇവിടെയും ഇവിടേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും അങ്ങയുടെ പ്രമാണങ്ങളുടെ വഴികളിലും അങ്ങയുടെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ കർത്താവേ, വിവാഹ ശുശ്രൂഷയിലുടനീളം ദൈവം നൽകിയ മഹനീയ സാന്നിധ്യത്തിനായി അവിടുത്തെ ദൂതന്മാരുടെ അകമ്പടിക്കായി അങ്ങയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാരണത്വം നൽകുവാൻ, പ്രാർത്ഥന കൊണ്ട് മക്കളെ അനുഗ്രഹിപ്പാൻ വന്ന അഭിഷിക്തരെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കടന്നുകൊണ്ട് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ദൈവമേ അവിടുന്ന് കൂട്ടിയോജിപ്പിച്ച പ്രിമകൻ അജേഷും പ്രിമകൻ പ്രഭുജയും അവിടുത്തെ കൃപയാൽ സമ്പന്നരായി സകല നന്മയിലും അനുഗ്രഹീതമായി ജീവിപ്പാൻ അവിടുന്ന് കൃപയറണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം സ്വീകരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും പ്രിയമുള്ളവരെ നാം എല്ലാവരോടും വിശേഷാൽ പ്രിയമക്കളുടെ കുടുംബജീവിതത്തോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.
look up at the stars and get jealous of the sky. And I wonder what it's like to get to hold them every night. And how they first met and what it must have been like. Did they know it was the start of a lifetime? 'Cause I never felt so alive. The spark is turning into a wildfire. Let's burn like the stars and leave it all behind. This is the start of a lifetime. I used to think the moon must be out of his mind, to be chasing the sun through an endless black sky. Until I caught a glimpse of your effortless smile, and I knew it was the start of a lifetime. 'Cause I never felt so alive. The spark is turning into a wildfire. Let's burn like the stars and leave it all behind. This is the start of a lifetime. There was a moment I was thinking about, the time and the place, the strange and the difficult new, the feeling of existing at the same time, trying our best to make sense of the love that we knew. To make sense of the love that we knew. People say change is undeniable, but the difference with us is the radiant flame that we grew. You could see it through the atmosphere, burning bright through the night to show us a heavenly view. To show us a heavenly view. If we had one more day, then this could last all summer. If we could find a way to watch the sunrise over ocean.
വരുവാൻ അവിടെ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും മക്കളുടെ മേൽ പകരാതെ യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. Sit alive. Do you feel small? Do you feel paralyzed? A product of the things you've analyzed. Criticized to bear the weight of all you've realized. Beneath it all, do you feel minimized? How far, higher than the mountains we were never meant to climb. How far, when you unfold, do you feel compromised? Something once felt but now desensitized. Polarized, the ones you love, you also traumatize. The things you feel, you also scrutinize. How far, higher than the mountains we were never meant to climb. How far, higher than the mountains we were never meant to climb. How far, if time could stand still or just slow down, maybe we could have held on to this shaky ground. I don't wanna spend a day without you. I'd sail every sea to catch your breath. I know it's not okay to say the things I do. I lose control. Whoa. Every time I see you. Every time I see you. Never knew these nights could feel so long. I keep a light on just in case. അതുവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് യാത്രയാക്കണം. അതിന് ആ ദിവസത്തിലെ 16-ാമത്തെ ഗീതം എന്നിടയൻ യഹോവ പിതാവാണ് എന്നുള്ള പാട്ടിലെ ചില വരികൾ നമുക്ക് എന്നിടയൻ യഹോവ പിതാവാണ് ഒന്നും
37-ാം സങ്കീർത്തനം. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. ഈ വംശങ്ങളെ നേരോട് വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യങ്ങളും എഴുന്നേൽക്കുന്ന പ്രകാരം തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനുഗ്രഹകരമായി വഴി നടത്തുന്ന സ്വർഗ്ഗത്തിലെ പിതാവേ, പരിശുദ്ധനായ നല്ല കർത്താവേ, ദീർഘനാളുകളായി ദൈവമേ എളിയ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയും സഭ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ കർത്താവേ പരിണത ഫലമായി സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനകളെ മാനിക്കുകയും ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുകയും ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്രകാരം പുതിയ കുടുംബങ്ങൾ കണ്ട സ്വപ്നം ഇന്ന് പരിശുദ്ധാലയത്തിൽ വെച്ച് യാഥാർത്ഥ്യമാകുവാൻ ദൈവമേ കർത്താവേ സഹോദരനും പ്രഭിജയും കുടുംബമായി ഒരുമിച്ച് ചേർക്കപ്പെടുവാൻ ദൈവം കൃപയറുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നപ്പ. ദൈവമേ, പ്രിയമക്കൾ ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം ദൈവത്തിൻ്റെ സർവ്വവിധമാകുന്ന അനുഗ്രഹങ്ങളാൽ സമ്പന്നമാകപ്പെടുവാൻ, ദൈവത്തിൻ്റെ എല്ലാവിധമാകുന്ന പരിപാലനത്താൽ നിറയപ്പെടുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ പ്രിയമക്കൾ ആരംഭിച്ചിരിക്കുന്ന ദാമ്പത്യ ജീവിതം ദൈവമേ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ അതാത് കാലഘട്ടത്തിൽ, അതാത് സമയങ്ങളിൽ, അതാത് ജീവിത സാഹചര്യങ്ങളിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടുന്ന സകല നന്മകളും നൽകി സ്വർഗത്തിലെ വലിയവനായ ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പ. ഒരു പരസ്പരം സ്നേഹത്തിൽ കർത്താവെ കുടുംബങ്ങൾ തമ്മിൽ ഐക്യത്തിൽ നിരന്തരമായി വസിപ്പാൻ തക്കവണ്ണം അവിടുത്തെ സ്വർഗീയ അനുഗ്രഹങ്ങളാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനകളാലും പ്രിയമുള്ളവരെ വഴി നടത്തിക്കൊള്ളണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവെ ഔദ്യോഗിക ജീവിതം, അവരുടെ കർത്താവെ കുടുംബജീവിതം, സഭയുമായുള്ള ബന്ധം, കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കർത്താവെ അങ്ങനെ അവരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ അവിടുത്തെ കൃപയറുണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന്റെ എല്ലാ മുന്നൊരുക്കങ്ങളിലും വിവാഹ ശുശ്രൂഷയിലും തുടർന്നുള്ള ദൈവമേ വിരുന്ന് സൽക്കാരാധികാരികളിലും എല്ലാം ദൈവം പകർന്ന ദൈവത്തിന്റെ കൃപയ്ക്കായും ദൈവം നൽകിയ സമ്പൂർണ്ണതയുടെ അനുഭവത്തിനായും സ്തോത്രം ചെയ്യുന്നവ. ഇപ്പോ പ്രിയപ്പെട്ടവരുടെ മകൻ കർത്താവെ ഭവനത്തിലേക്ക് പ്രിയമകളും ഒരുമിച്ച് യാത്ര പുറപ്പെടുകയാണല്ലോ. പ്രിയമുള്ളവരോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അയക്കണമേ നമ്മയോട് പ്രാർത്ഥിക്കുന്നു. അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളെല്ലാം സുരക്ഷിതമായി എത്തിച്ചേർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് കൃപയറുണമേ നമ്മയോട് പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം വീണ്ടും മകളുടെ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ പ്രിയമക്കളെ വീണ്ടും സന്ദർശിക്കുമ്പോൾ കർത്താവിന്റെ കൃപയിൽ അവിടുന്ന് സൂക്ഷിക്കണമേ നമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. പ്രിയമക്കളുടെ മാതാപിതാക്കൾ, കർത്താവെ സഹോദരങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ മക്കളുടെ കുടുംബജീവിതത്തെ പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സർവ്വ നന്മകളാലും വഴി നടത്തും. മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കട്ടെ. രക്ഷകന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആശീർവാദം. പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപ സർവ്വവിധമാകുന്ന അനുഗ്രഹങ്ങളും വഴി നടത്തി മക്കൾ ആരംഭിച്ചിരിക്കുന്ന കുടുംബ ജീവിതത്തോടും അവരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുന്നവരാകട്ടെ. Every time I see you, every time I see you,
your eyes, the touch of your skin when I hold you against mine, the sound of your voice in harmony with mine, this magic we feel can happen all the time. We'll run this race as fast as we can, over and over, your hand in my hand, as we face forever and give love a chance. I'll show you again and again. It's been you, it's always been you. వచ్చేతారే నువ్వంటే చచ్చిపోతారే. అల్లో నేరేడు అల్లో నేరేడు అల్లో నేరేడు పళ్ళే అచ్చం నా కళ్ళు నన్నే చూస్తే కోరికలన్నీ అవుతాయి గుర్రాలు. డియో డియో డిసక 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 డియో డియో డిసక 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 డి. చూపుల కోరేటు మాటల కోరేటు నవ్వుల కోరేటు నా నడుము కోరేటు కంపా గుత్తక కావాలంటే ఇస్తారు రిపేటు. డియో డియో డిసక 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 డియో డియో డిసక 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 డి. వంపు సింపుల్ సే ఇది జస్ట్ సింపుల్ సే ఇది దాటుకొస్తే చూపిస్తాను చాలా యాంగిల్స్. డియో 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 అగరల డియో డియో డిసక 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 డియో డియో డిసక 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 డి. సైడ్ యాంగిల్లో నేను సిమ్లా యాపిల్, వైడ్ యాంగిల్లో నేను వోడ్కా బాటిల్, డియో డియో డిసక 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 టాప్ యాంగిల్లో నేను రెనాల్డ్ రీఫిల్, లో యాంగిల్లో లోడ్ చేసిన రైఫిల్, ఆ రైట్ యాంగిల్లో జిలేబిలా నోరూరించే టైపు, ఈ లెఫ్ట్ యాంగిల్లో మిర్చిలాగా అల్లాడించే టైపు, నా కట్టౌట్కి కన్నే కొట్టాలా. డియో 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 అగరల డియో డియో డిసక 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 డియో డియో డిసక 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 డి. As we grow in age and time has proven true, the love that's in me was only made for you. We'll run this race as fast as we can, over and over, your hand in my hand, as we face forever and give love a chance. I'll show you again and again. It's been you, it's always been you. It's been you, it's always been you. It's been you, it's always been you. It's been you.
smile for you. I'm so disarmed that I lose track of time with you. Living inside of a world that's just made for us. Sometimes you whisper to me, but it's never enough. Tell me, what did you do? Isn't it true? I'm someone new. Say it again, soft like your hands, sweeter than honey. When do we land? Now I'm awake and I'm not trying to run away. ഒരു മുഖം മനം തിരഞ്ഞിതാ ഒരായിരം കിനാക്കളിൽ അവളിലായി സ്വയം അലിഞ്ഞിതാ ഒരായിരം കണങ്ങളിൽ. മാലയം ചൂടുമീ പൂമൂടും സന്ധ്യയിൽ വെൺമതിയേ മുകിലഴകേ അരികിൽ ഞാനീണമാകാം ഒരു തൂവൽ അതിലോലം കാറ്റിലാടി. നിഴൽ വീണ പാതയിൽ കൊഴിയുന്നു പൂവുകൾ തിരമായ്ക്കും നോവിൻ നഖരേഖകൾ. വിരിയുന്ന പൂവനം ചിരി തൂകി നിൽക്കവേ കൈക്കുരുന്നായി നിന്നെ ഇളവേറ്റിടാം. ഇതിൽ നീർത്തും പുതിയ പുലർവേളയിൽ ഇനി നമ്മൾ ശലഭങ്ങളായി. വെൺമതിയേ മുകിലഴകേ അരികിൽ ഞാനീണമാകാം ഒരു തൂവൽ ചിറകായ അതിലോലം കാറ്റിലാടി.
കൂട്ടിലെ നനവാർന്ന തന്ത്രിയിൽ മധുരാഗം നീ തൊട്ടുണർത്തിയോ. കനവിന്റെ പീലികൾ കതിരാടി നീ വന്ന മാത്രയിൽ പ്രണയാർദ്രം ഈ സാന്ദ്രതീരം ഇനി നമ്മൾ നിറസന്ധ്യയായി വെൺമതിയേ പാദം പൂക്കും മേകാന്തതാമനമേ നിന്നിൽ ചേക്കേറുമോ. സ്നേഹത്തിൻ ദേശാടക പക്ഷികൾ എമ്പാടും ചോക്കുമീ സന്ധ്യയിൽ മാനത്തും നണവും സ്നേഹപ്പറവകൾ നീ നിർത്തും ചില്ലകളിൽ മൗനപ്പരുന്തും വായാടിക്കിളിയും നിൻ കൊമ്പത്തൊരുമിച്ചേ കനിവേ അകമഴ നനഞ്ഞവളെ അഴലടിയും ചിരിയാ പടര് തളിർത്തവളെ പുലരികൾ തൻ കുളിരായി പകര്. ചുണ്ടത്ത് പാട്ടാകയോ പിന്നിൽ വിട്ടോരോർമകൾ ഒക്കുനീട്ടി കൂടുതോറും കേഴും കുഞ്ഞോർമകളോ മഴത്തുള്ളി പോലെ തിളക്കമോടെ ദിനങ്ങളോരോന്നും മടരുകയോ ഇലകളിലാകെ കലവിലയാൽ ഇളങ്കാറ്റോട് നീയാടിയോ. നീ മണ്ണിൽ നിന്നുണ്ടായി വിണ്ണിൽ വിധാനിച്ചൊരേകാന്തതാമരം കനിവേ അകമഴ നനഞ്ഞവളെ അഴലടിയും ചിരിയാ പടര് അഴകേ ചിറകുകൾ തളിർത്തവളെ
തീരുകളെ പകലിൻ നോവുകളെ താഴെ എന്തിനു വന്നു പോയി വെറുതെ വെറുതെ മിണ്ടാത്തു മൗനം മിന്നി തീരാത്തു മലരൊന്നും പൂക്കാനില്ലല്ലോ തളിരല്ലേ പൂന്തളിർ പൂവായി തീരാൻ ഒരു നോക്കായി നല്ലൊരു വാക്കായി തീരുക പേരാറ്റിൻ മാറില് നീരാടും വെണ്ണിലാ തളിരേ അഴകേ രാവിൻ വെൺപ്രാവേ അകലെ വിണ്ണിൻ ചരിവിലോടം കടവിലെത്തുമ്പോൾ കനവ് പോലെ പൂവിറുക്കാൻ ഓടിയെത്തുന്നു എന്റെ മിണ്ടാത്തു മൗനം മിന്നി തീരാത്തു മലരൊന്നും പൂക്കാനില്ലല്ലോ തളിരല്ലേ പൂന്തളിർ പൂവായി തീരാൻ ഒരു നോക്കായി നല്ലൊരു വാക്കായി തീരുക വാനിലേ പനിനീർപ്പൂവുകളെ പകലിൻ നോവുകളെ താഴെ എന്തിനു വന്നു പോയി വെറുതെ വെറുതെ മിണ്ടാത്തു മൗനം മിന്നി തീരാത്തു മലരൊന്നും പൂക്കാനില്ലല്ലോ തളിരല്ലേ പൂന്തളിർ പൂവായി തീരാൻ ഒരു നോക്കായി നല്ലൊരു വാക്കായി തീരുക ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം